back to my YouTube channel. നാളെ April 14th വിഷു ആണ്. അപ്പം വിഷുവിൻ്റെ മെമ്മറി ഞാൻ കഴിഞ്ഞ വർഷം വിഷുവിന് വന്നിട്ട് ബാംഗ്ലൂരിലാണ് ആഘോഷിച്ചതൊക്കെ. അവിടെ വന്നിട്ട് ഇങ്ങനെ കസിൻസൊക്കെ അവിടെ ബാംഗ്ലൂരിലെ കസിൻസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് അങ്ങനെ വിഷുവൊക്കെ ആഘോഷിച്ചത് കഴിഞ്ഞ വർഷം. അപ്പം ഈ വർഷം നമ്മുടെ വിഷു എന്തായിരിക്കും എന്നൊരു പിടുത്തമില്ല. നാളെ ആയിരിക്കും അത് കണ്ടറിയുന്നത്. അപ്പം ഇന്ന് വന്നിട്ട് നമുക്ക് വിഷു കണിയൊക്കെ ഒരുക്കാനുള്ള ടൈമാണ്. എനിക്ക് ഡേറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും ഡേറ്റ് ആയിട്ടില്ല. ഇനി നാളെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനാണ് ഇന്ന് വിഷുക്കണി ഒരുക്കുന്നത്. ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ എല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് വിഷുക്കണി ഇങ്ങനെ ഒരുക്കണം, എല്ലാം പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി കുളിച്ച് നമ്മളിങ്ങനെ ഒരുങ്ങി നിന്നിട്ടുണ്ട്. ഒരുങ്ങി എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊട്ട് അങ്ങനെയൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി വിഷുക്കണി ഒരുക്കാം. ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് ഭയങ്കര ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റും ആയിട്ടുള്ളൊരു വിഷുവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യത്തെ വിഷുവിൽ കണിയൊക്കെ ഒരുക്കുന്ന ഞാനാണ്. അതേപോലെ തന്നെ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് വിളക്കൊക്കെ തേച്ച് കഴുകി ഒരുക്കി എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഈ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണ്. പൂജാമുറി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്ക് കഴുകണം. സോ വിളക്ക് കഴുകണം പുറത്താണ്. ഇപ്പം എൻ്റെ ഫോണിൽ ചാർജ് തീർന്നുകൊണ്ട് എനിക്ക് ഫ്ലാഷ് ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് എന്നെ ഇതിലെങ്കിലും കാണുക, അല്ലെങ്കിൽ അതും കാണൂല. അപ്പം നമുക്ക് വിളക്ക് കഴുകാം. അമ്മ ഓൾറെഡി വിളക്കൊക്കെ തേച്ച് കഴുകിയാണ് വെച്ചിരുന്നത്. പിന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വിളക്ക് കഴുകിയത്. ഇപ്പം അങ്ങനെ നമ്മൾ വിളക്ക് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് ഒരുക്കാം. ഇതിന് ശേഷം വന്നിട്ട് ഈ വിളക്കൊക്കെ ഒരുക്കുന്ന നോർമലായിട്ട് നമ്മൾ ഒരുക്കുന്ന പോലെയാണ്. അപ്പം അമ്മ പറയുന്ന ഓരോരോ കാര്യങ്ങളനുസരിച്ചാണ് ഞാൻ വിളക്ക് ഒരുക്കുന്നത്. ആദ്യം അമ്മ പറയുന്നത് ഇങ്ങനെ വിളക്കൊക്കെ ഒരുക്കിയതിന് ശേഷം വിളക്കിങ്ങനെ പൊട്ടിട്ട് കൊടുക്കണം. അതായത് ചന്ദനവും കുങ്കുമമൊക്കെ വെച്ച് 3 സൈഡിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയും തിരിയൊക്കെ ഇട്ട് നമ്മൾ നോർമലായിട്ട് വിളക്ക് ഒരുക്കുന്ന പോലെ ആദ്യം അങ്ങനെ ഒരുക്കണം എന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ഫുള്ളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ അവിടെ ഉണ്ട്, അമ്മ വന്നിട്ട് ചെയർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ എന്തൊരു വെച്ചിട്ടാണ് വിഷു വെച്ചത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വന്നിട്ട് എല്ലാം ഒരു ഇതിൽ വയ്ക്കണം എന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ വന്നിട്ട് അതിന് പറ്റിയിട്ടുള്ള ടീപ്പോയോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അവിടെ ഒരു ടീപ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ച് അത് ഫുള്ളും തുടച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിക്ഷണറിയൊക്കെ വെച്ച് നേരിത് വിരിച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത്. സോ നമുക്ക് കാണാം. സംഭവം ടേബിളിന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിക്ഷണറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിന്ന് കണി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഡിക്ഷണറിയൊക്കെ വെച്ച് നേരിതൊക്കെ വിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ പഴം, തേങ്ങ, അതേപോലെ തന്നെ ഈ നാഴിയിലൊക്കെ അരി വയ്ക്കില്ലേ, അതൊക്കെ ചെയ്യുകയാണ്. അപ്പം ഞാനിത് ഒറ്റയ്ക്കല്ല ചെയ്യണം. അമ്മ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. നമ്മൾ നാഴിയിൽ ഇങ്ങനെ അരി വെക്കണം, അതിൽ കുറച്ചൊക്കെ ഉരുളിയിൽ ഇങ്ങനെ വീണ് കിടക്കണം, അതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞു തരും. അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ല. വെറ്റിയും പാക്കൊക്കെ ആദ്യം നമ്മൾ ഉരുളിക്കകത്താണ് വെച്ചിരുന്നത്. പക്ഷേ കാണാത്തതുകൊണ്ട് തന്നെ ആ ടേബിളിൽ തന്നെ അത് തിരിച്ചെടുത്ത് വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഉരുളിക്കകത്ത് തന്നെ നമ്മളിങ്ങനെ പൈനാപ്പിൾ വയ്ക്കുന്നുണ്ട്. ചില ആൾക്കാർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെപ്പറേറ്റ് പ്ലേറ്റിൽ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കും. അതിനുശേഷം ഈ കണിക്കൊന്ന, അതേപോലെ തന്നെ ചക്ക, മാങ്ങ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ സെപ്പറേറ്റ് തട്ടത്തിലാണ് ഞങ്ങൾ വച്ചിരുന്നത്. അതിനുശേഷം സെപ്പറേറ്റ് പ്ലേറ്റിലാണ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള ഈ വെജിറ്റബിൾസ് വന്നിട്ട് ആ കണിക്കൊന്ന വെച്ച ആ തട്ടത്തിൽ തന്നെയാണ് വയ്ക്കുന്നത്. അല്ലാത്ത ഫ്രൂട്ട്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റിലായിരുന്നു വച്ചിരുന്നത്. ഈ വിഷുവിന് അങ്ങനെ പുതിയതായിട്ടാണ് ഞങ്ങൾ മഞ്ചാടി വെക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കായിരുന്നു അത് ആഗ്രഹം, ഇങ്ങനെ മഞ്ചാടിയൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് വെക്കണം എന്ന്. അങ്ങനെ മഞ്ചാടിയൊക്കെ വെച്ച് അതിൽ നമ്മൾ വയ്ക്കുന്ന ഈ കുങ്കുമച്ചെപ്പുണ്ടല്ലോ, അതിൻ്റെ വെള്ളി ആ ഒരു സംഭവത്തിലാണ് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വച്ചിട്ട് പൈസ ആദ്യം താഴെ വയ്ക്കണമെന്നാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മ പറഞ്ഞത് മേളിൽ വയ്ക്കണം, മേളിൽ വെച്ചാലേ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുകളിലാണ് വെച്ചത്. ഇനി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ നാളെ രാവിലെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് പോയി കോലയിടണം. കോലയിട്ടിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം രാത്രിയിലത്തെ. ഭയങ്കര വിശപ്പ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടാണ് പോണത്. ആ ടൈമിൽ അമ്മ പോയി തൂത്ത് വെള്ളം തളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് താഴെ പോവാം. നമ്മുടെ നടയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി വരുമ്പം അല്ലെങ്കിൽ കയറി പോകുമ്പോൾ ഒക്കെ കാണാൻ പറ്റുന്ന കോലം. ആദ്യം ഇവിടെ ഒരു പടിയിലിടും. അതിനുശേഷം മെയിൻ ഫ്ലോറിൽ ഇട്ട് തുടങ്ങും. ഇതാണ് നമ്മൾ കയറി വരുമ്പം അല്ലെങ്കിൽ ഇറങ്ങി പോകുമ്പം കാണുന്ന കോലം. പടിയിൽ ഇവിടെ ഒരു കോലം, അവിടെ ഒരു കോലം, ചെറിയ കോലം. ഇനി ഇത് വന്ന് താഴത്തെ ഈ വീടിൻ്റെ
മെയിൻ പൊസിഷൻ, മെയിൻ ഫ്ലോർ, അവിടെ കോലിടും. മെയിൻ നട, അങ്ങനെ മെയിൻ ഫ്ലോർ. അപ്പം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു കോലമുണ്ട്. പിന്നീട് നമ്മുടെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ ഒരു കോലമുണ്ട്. പിന്നീട് അമ്മുമ്മേൻ്റെയും അപ്പൂപ്പൻ്റെയും വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കോലം, മെയിൻ നട. ഇവിടെയാണ് നമ്മൾ പൊങ്കലൊക്കെ വയ്ക്കുന്നത്. പണ്ട് തൊട്ട് എന്തെങ്കിലും ഇങ്ങനെ വിശേഷം, ഓണം അതേപോലെ തന്നെ വിഷു അല്ലെങ്കിൽ പൊങ്കലൊക്കെ വരുമ്പോൾ അമ്മ കോലയിടും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് കോലയിടാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ചുമ്മാ ഇരിക്കൂല, ഇങ്ങനെ മതിൽ അല്ലെങ്കിൽ പടിയിൽ കയറിയെന്ന് അമ്മ ഇടുന്ന കോലത്തിന് ഞാൻ കമൻറ്റ് പറയും, അതിട്ടാൽ കൊള്ളായിരിക്കും, ഇതിട്ടാൽ കൊള്ളായിരിക്കും, അങ്ങനെയൊക്കെ. പണ്ട് കോവിഡ് ടൈമിൽ അമ്മൂമ്മ കോലയിടാൻ പഠിപ്പിച്ചു തരുമായിരുന്നു. പിന്നെ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം ആ പരിപാടി നിർത്തി. അങ്ങനെ നമ്മൾ കോലമൊക്കെ ഇട്ടല്ലേ. അപ്പം നാളെയാണ് വിഷു അല്ലേ? വിഷു ആയിട്ട് എന്താണ് പരിപാടി? രാവിലെ എണീക്കണം, വിളക്ക് കത്തിക്കണം, കുളിക്കണം, വിളക്ക് കത്തിക്കണം, കോവിലിൽ പോകണം, പായസമൊക്കെ ഉണ്ടാക്കണം, സദ്യയുടെ പ്രിപ്പറേഷൻ, വിഷു കൈനീട്ടമാണ്. അങ്ങനെ കുറേ പ്ലാൻ ഒക്കെ ഉണ്ട്. ഇപ്പം ഇനി ഇറങ്ങിയില്ലെങ്കിൽ അപ്പുറത്ത് ഞാൻ കിടക്കും. ഇവിടെ നമുക്കൊരു ചെറിയ പൂച്ച ഉണ്ടേ, അപ്പം അവളുടെ അവൾ തന്നെ ആ പൂച്ചയുടെ കുട്ടികൾ വന്നിട്ട് ഇവിടെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു ഷെഡ് പോലെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ അകത്താണ്. അതുകൊണ്ട് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും അത് ഫുൾ ടൈം ഇപ്പോൾ ഇവിടെയാണ്. അപ്പം ഇതാണ് വിഷുവിടെ തലേദിവസത്തെ പരിപാടി. ഇന്ന് നമുക്ക് വിഷുവിൻ്റെ ഡേ, അതായത് നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.